ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് PVM ഹാർഡ്വെയർസിൽ ഒരുപാട് മീൻ പിടിക്കാനുള്ള ട്രാപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കാണിക്കാം. വലകൊണ്ട് മാത്രമല്ല മീൻ പിടിക്കാൻ പറ്റുക, ഒരുപാട് ട്രാപ്പുകൾ വെച്ചിട്ടും നമുക്ക് മീൻ പിടിക്കാൻ പറ്റും. അതിന് പറ്റിയ കുറേ ട്രാപ്പുകളൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഷോപ്പ് തന്നെ മഞ്ചേരി മാർക്കറ്റ് കയറുന്ന അഡ്രസ് തന്നെയാണ്. അപ്പം നമുക്ക് മീൻ പിടിക്കാനുള്ള ട്രാപ്പുകളൊക്കെ ഏതൊക്കെയാണെന്ന് കാണാം. ഇത് പഴയ മോഡല് വലയാണ്, കുത്തിപ്പിടിയാൻ വല അറിയില്ലേ? കുത്തിപ്പിടിയാൻ ഇങ്ങനെ കുത്തി പിടിച്ചു കാണ്ട് മീൻ പിടിക്കണതാണ്. ഇത് കുറെ കാലമായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കുറെ വെറൈറ്റി ആയിട്ടുള്ള ഇതിന്റെ വലുതുണ്ട് കുറെ വെറൈറ്റി ആയിട്ടുള്ള ട്രാപ്പുകൾ ഉണ്ട്. ഇത് സാധാരണ നമ്മൾ പണ്ട് കണ്ടുപോകുന്ന ആ സാധനം തന്നെയാണ്. ഇത് കോരിക്കാണ്ട് പിടിക്കണം കേട്ടോ, കോരിക്കാണ്ട് പിടിക്കണ വല. ഇതിങ്ങനെ മീൻ ചാടുമ്പോ പിടിച്ചേ കോരി അല്ല, അത് നമ്മള് ചൂണ്ടയിലാണെങ്കിലും വലിയ മീനെ കോരി പിടിക്കാള് അതേപോലെ കോരി പിടിക്കാൻ പറ്റും. ഇതുണ്ടല്ലേ, ഇത് അതേപോലെ തന്നെ കോരി പിടിക്കാറ്. ചൂണ്ടിട്ട മീനെ കോരി പിടിക്കാൻ നമ്മള് ചേറ്റക്കണി മോഡല് ചേറ്റക്കണി മോഡലൊരു കണിയാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്ന വേറൊരു കണിയാണ്. ഇവരെ കണ്ടാൽ തന്നെ ആ കണിയാണ്. കേട്ടില്ല നിങ്ങള്? അപ്പൊ ഇതിങ്ങനെ ഒരു ഷിബാണ്. കാരണം ഷിബ് ഇങ്ങനെ ഇടുക അല്ലെ, ഷിബ് ഇങ്ങനെ ഇടുക. ഷിബ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല് ഇതാ ഇങ്ങനെ ലോക്കായി. അപ്പൊ മീനുകളൊക്കെ ഇവിടെ ഹോൾസ് ഉണ്ട് കേട്ടോ. ഈ സൈഡിലും അതേപോലെ ഈ സൈഡിലും അങ്ങനെ എല്ലാ സൈഡിലും ഹോൾസുകൾ ഉണ്ട്. ഇതിനുള്ളിൽ കൂടെ കയറി കഴിഞ്ഞാൽ മീൻ ഇങ്ങോട്ട് പുറത്തേക്ക് പോരാൻ കഴിയില്ല അല്ലേ, മീനെ പുറത്തേക്ക് വരാൻ കഴിയില്ല. ഇതിനുള്ളിൽ മീനായി കഴിഞ്ഞാല് ഇതാ മീൻ ഇങ്ങോട്ട് തിരിച്ചു പോരാൻ കഴിയില്ല. ഇതെന്തെങ്കിലും പിന്നെ മീൻ കഴിക്കാനുള്ള എന്തെങ്കിലും ഫുഡ് ഇട്ട് കൊടുത്താൽ അല്ലേ, ഫുഡ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വള്ളത്തിൽ മുക്കി വെച്ചാല് മീൻ തീ കയറി കഴിഞ്ഞാൽ മീൻ തിരിച്ചു പോരാൻ കഴിയില്ല കേട്ടോ. അങ്ങനത്തെ ട്രാപ്പാണ്. കൊണ്ടെടുക്കാനൊക്കെ ഈസി ആയിട്ട് കഴിയും നമുക്ക്. അങ്ങനെ മടക്കിയിട്ട് നമുക്കിങ്ങനെ പിടിച്ചു കൊണ്ടാവും കേട്ടോ. നിർത്തി കഴിഞ്ഞാൽ കെണിയായി. വേറെന്താ ഇതല്ലേ, ഇത് കൊടയാണല്ലോ, കൊടക്കണി. ഇതിങ്ങനെ നിർത്തട്ടോ, കൊട നിർത്താം. അങ്ങനെ നിർത്തുക. പിന്നെ അടിയിലൊരു ഹോൾസ് ഉണ്ടാവും, ഇത് കെട്ടി കൊടുക്കണം നമ്മള്. പിന്നെ അതും അതേപോലെ തന്നെ ഇതിലെ മീൻ കയറി കഴിഞ്ഞാൽ മീൻ പുറത്തിറങ്ങാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഇതിൽ ഫുഡ് മീനുള്ള തീറ്റ എന്താ കോഴിപ്പാട്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറെ സമയം കഴിഞ്ഞാൽ പൊക്കി കഴിഞ്ഞാൽ ഇതിലൊക്കെ നിറച്ച് മീൻ കൊടുക്കും കേട്ടോ. ഇതിലൊക്കെ ഹോൾസുകളുണ്ട്, എല്ലാ ഭാഗത്തും ഇങ്ങനെ ഹോൾസുകളുണ്ട് അല്ലേ. ഈ ഹോൾസിലൊക്കെ കയറി കഴിഞ്ഞാൽ തിരിച്ചു പോരാൻ കഴിയില്ല. അപ്പൊ മീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലെടുക്കാൻ കഴിയും കേട്ടോ. ഇതിലെ കൈയിട്ട് കാണ്ട് എടുക്കാം. ഈ കെട്ട് കഴിച്ചു കാണ്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഇതൊരു കൊടക്കണി അല്ലെ, ഇതിനൊരു കൊടക്കണി കേട്ടോ. അപ്പൊ കൊണ്ടുനടക്കാനൊക്കെ ഭയങ്കര സുഖമാണ് കൊടക്കണി. വേറൊരു കണി ഇതാ, ഇതിന്റെ പേരെന്താ? ആമക്കണിയാണ്. കാരണം നമുക്ക് ഇങ്ങനെ കൊണ്ടുനടക്കാം. അതേപോലെ തന്നെ സൗകര്യമാണ്, കൊണ്ടുനടക്കാൻ നല്ല സൗകര്യമാണ്. അങ്ങനെ നീർന്നു വരും. ചെറിയ അരിച്ചാലിലൊക്കെ ചെറിയ ചാലിലൊക്കെ വെച്ചാല് മീൻ കിട്ടൂലേ, മുക്കി വെക്കാൻ മീന് തീറ്റ വെച്ചിട്ട് തീറ്റ വെക്കേണ്ട ആവശ്യമില്ല. കയറിന് മീൻ കിട്ടും, ഇറങ്ങണ മീൻ കിട്ടും. തീറ്റ വെക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വെച്ചാൽ മതി അല്ലേ. അപ്പൊ ഇതിനുള്ള മീൻ കയറി കഴിഞ്ഞാല് തിരിച്ചു വരാൻ പറ്റൂല. അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. ഇതും ഇതിന്റെ വലുതും ഉണ്ട്, ഇതിന്റെ വലുതും ഇതുണ്ട് കേട്ടോ. ഇതിന്റെ വലുതും ഉണ്ട്. ഇങ്ങനെ മടക്കല്ലേ, അങ്ങനെ മടക്കുക. മോൾഡിങ് ഒക്കെ മടങ്ങിട്ടോ. ഇതാണ് തണ്ടാടി. പിന്നെ തണ്ടാടി വല, ഇത് ചെറിയ തണ്ടാടി അല്ലേ. നമ്മള് തോട്ടിലൊക്കെ പറ്റുന്ന തോട്ടിലിങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് എത്ര പേരിലാണ്? ഇത് അരവരല്, ഒരു വരല്, അരവരല്, എല്ലാം ഒക്കെ വരുന്നുണ്ട്. അരവരല്, മുക്കാൽ വരല്, ഇത് നമ്മള് അരവരല്. ഇതിൽ ചെറിയ മീനെ കൊടുക്കും കേട്ടോ. അങ്ങനെ തണ്ടാടി വലകൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. അത് ഈയത്തിന്റെ കൊണ്ട് മണ്ണിന്റെ വരുന്നുണ്ട്. ഇവിടെ ഈയത്തിന്റെ കൊണ്ട് മണ്ണിന്റെ ആണ് വലുത് വരുന്നത്. വലുതല്ലേ, മണ്ണിന്റെ ഉണ്ട് കേട്ടോ. അടിഭാഗം മണ്ണ്. ഇതിന് നല്ല റേറ്റ് ഉണ്ട്. അതിന് വില കുറവാ? ഇല്ല, അത് മീറ്റർ 45 രൂപ. ഇത് മീറ്ററിന് വെറും 45 രൂപ വരുന്നുള്ളൂ കേട്ടോ. ഇതൊരു മീറ്ററിന് വെറും 45 രൂപ വരുന്നുള്ളൂ. അപ്പൊ കുറഞ്ഞ വിലക്ക് നമുക്ക് ഇവിടുന്ന് വിലക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലേ മീൻ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ എന്താണ് പണ്ടൊക്കെ സാധനമാണ് ഇത്. പണ്ട് കാലം പഴയ കാലത്തുള്ള സാധനല്ലേ. പഴയ കാലത്തുള്ള സാധനം. ഇത് കൊറേ പഴയ കാലത്തുള്ള സാധനം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടോ അറിയില്ല. ഇത് എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? ഇത് ഈർക്കിളി. ഇത് മുളയാണ്, ഒക്കെ മുളയാണ്. ഫുള്ള് മുള കൊണ്ട് ഉണ്ടാക്കിയ കേട്ടോ. അത് ഇതിനെന്താ പറയാ? കണ്ണുകൂട് പറഞ്ഞ സാധനം. കുറെ പഴയ കാലത്തുള്ള സാധനമാണ്. നമ്മൾ ഇങ്ങനെ വെള്ളം വരുന്ന വെച്ചു കൊടുത്തു കഴിഞ്ഞാല് മീൻ ഇതിൽ കയറും. മീൻ കയറി കഴിഞ്ഞാല് പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. ഈ കെട്ട് കഴിച്ചു കാണ്ടാണ് മീൻ എടുക്കട്ടോ. ഇങ്ങനെ കെട്ട് കഴിച്ചാല് ഇത് തുറന്നു വരും അല്ലേ. അതെ, അപ്പൊ തുറന്നു വരും. വേണമെങ്കിൽ തുറന്ന് കാണിച്ചു തരാം. ജസ്റ്റ് തുറക്കാൻ പറ്റുന്നത് ഇതല്ലേ, കെട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്നു വരും. അതായത് നമ്മള് ചാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാക്ക് ഇട്ടാൽ മതി. മീൻ കിട്ടി കഴിഞ്ഞാല് ചാക്ക് എടുക്കുക, ചാക്ക് ഇടുക. ചാക്കിട്ടതിന് ശേഷം കെട്ട് ലൂസാക്കിയ നേരെ ചാക്ക് മീൻ ചാക്ക് പോകും. അപ്പൊ എങ്ങനെ കുത്തി പിടിച്ചു മണ്ണിന് ഇങ്ങനെയാണ് കുത്തി വെക്കുക. അങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കട്ടോ. അത് വെള്ളത്തിൽ ഇങ്ങനെ വെക്കുക. അപ്പൊ ഇതിലെ മീൻ കയറി കഴിഞ്ഞാല് ഇതിൽ കുടുങ്ങും. കുടുങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മള് ചാക്ക് ആക്കുക അല്ലേ. അത് പരിപാടി. അപ്പൊ അടിപൊളി സാധനമാണത്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി. വെറൈറ്റി ആയിട്ട് നിങ്ങൾ കാണാത്ത വെറൈറ്റി
ട്രാപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് അല്ലെ? ഒരുപാട് ട്രാപ്പുകൾ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചൂണ്ടലൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാ ഐറ്റം ഉണ്ട്. പിന്നെ കത്തി അങ്ങനത്തെ എല്ലാ വെറൈറ്റി സാധനങ്ങളുണ്ട്. അതൊക്കെ എല്ലായിടത്തും കാണുന്നതല്ലേ. അപ്പൊ ഈ ഒരു ട്രാപ്പുകളൊക്കെ നിങ്ങൾ കാണാത്തുണ്ട്. അതൊക്കെ ഇവിടെ എല്ലാ ഐറ്റം ഉണ്ട്. ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. കുറഞ്ഞ റേറ്റ് ഈ സാധനത്തിനൊക്കെ വരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ഇവിടെ ഞാൻ പറഞ്ഞു കേട്ടോ. PVM ഹാർഡ്വെയറിലെ ഇതാളികൾ ഒരുപാട് വെറൈറ്റി ആയിട്ട് ഐറ്റംസ് ഉണ്ട്. ഇതാ വലിയ 24 അടി ഹൈറ്റുള്ള തോട്ടിയുണ്ട് കേട്ടോ. നമുക്ക് തേങ്ങ പറിക്കാൻ, മാങ്ങ പറിക്കാൻ, ചക്ക പറിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇതിലുള്ള ഹൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റ് വരുന്നുള്ളൂ. ഇപ്പം നമ്മളൊരാളെ ഹൈറ്റ് ഏകദേശം വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ 24 അടി നീട്ടി കുറേ നീളത്തിൽ നീട്ടാം. അത്യാവശ്യം നല്ല ബലമുണ്ട് ഇട്ടത്. ഇങ്ങനെ നീട്ടി ചെയ്തിട്ട് ചിലപ്പോൾ ഇങ്ങനെ വലഞ്ചിന് പ്രശ്നമൊന്നുമില്ല. നല്ല ബലമുള്ള തോട്ടിയാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള അലൂമിനിയത്തിൻ്റെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, വലഞ്ചൊന്നുമില്ല, നല്ല ബലമുള്ള സാധനം തന്നെയാണ്. 24 അടി വരുന്ന വലിയ തോട്ടിയുണ്ട് അവിടെ. ഇതുകൂടാതെ കൈക്കോട്ട്, പിക്കാസ്, ചട്ടകം, കത്തികൾ പല ഐറ്റം, അങ്ങനെ ഒരുപാട് ഇരുമ്പോടുണ്ടാക്കിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അരം, എന്തൊക്കെ പറയാം, ഇവിടെ ഇരുമ്പോട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ. ചങ്ങല, അതായത് നായിനെ കെട്ടുന്ന ചങ്ങല, പൂച്ചനെ കെട്ടുന്ന ചങ്ങല, തൂക്കട്ട, ഈ പടുവാർക്ക് പറ്റിയ തൂക്കട്ട, പല രീതിയിലുള്ള ചങ്ങലകളുണ്ട്, പല രീതിയിലുള്ള കപ്പികളുണ്ട്. കണ്ടില്ലേ, ചെറിയ ചെറിയ ചങ്ങലകളുണ്ട്, ചെറിയ കപ്പിയുണ്ട്. ഇരുമ്പോട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളത് അതൊക്കെ ഇവിടെ ചോദിച്ചാൽ കിട്ടും. കണ്ടില്ലേ, പല ജാതി വെറൈറ്റി ഉണ്ട്. ഇവൻ തന്നെ അറിയില്ല ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട്, എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് അറിയില്ല. അത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, പല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പോത്തിനെ കെട്ടുന്ന കൗത്തിലിടുന്ന സാധനങ്ങൾ, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ്, ഇരുമ്പോണ്ടുള്ള എല്ലാ ഐറ്റം ഇവിടെ ഉണ്ട് കേട്ടോ. ഇരുമ്പോണ്ട് ഉണ്ടാക്കിയ ഐറ്റംസ് നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് ഇവിടെ ഒന്ന് ചോദിച്ചാൽ ഉലെടുത്ത് തരും. അത്ര ഐറ്റം ഉണ്ട്. ഒരു ചോദിക്കുമ്പോൾ അറിയുള്ളൂ ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. റാക്കിൽ ഇങ്ങനെ എല്ലാം അടുക്കി നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടാകുക. പല രീതിയിലുള്ള കപ്പികൾ, പല രീതിയിലുള്ള അരങ്ങൾ, പല വലുപ്പത്തിലുള്ള കപ്പികൾ. ഇത് കണ്ടില്ലേ, കിണറിലൊക്കെ വീണ് കഴിഞ്ഞാൽ സാധനം എടുക്കാൻ പറ്റിയ കുറേ ഒക്കകൾ, അതങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് എന്തൊക്കെയോ ആവശ്യമുണ്ട്. അതേപോലെ ഇരുമ്പിൻ്റെ പല ജാതി ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവർ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി മലപ്പുറം റോട്ടിൽ നിന്ന് മാർക്കറ്റിൽ കയറുന്ന മെയിൻ എൻട്രൻസിൻ്റെ ഏകദേശം ഒരു 100 മീറ്റർ ഏരിയ ഉടനെ തന്നെ കേട്ടോ. ഈ ഒരു പള്ളിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഒരു അഡ്വൈസ് വരുന്നത് കേട്ടോ. നമ്മൾ കയറി കഴിഞ്ഞ് ഏകദേശം കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ വലതു ഭാഗത്തായിട്ട് നമ്മൾ കത്തിയും അങ്ങനെ കൈക്കോട്ടൊക്കെ വെച്ചിട്ട് കാണാം കേട്ടോ. ഇതാണ് PVM ഹാർഡ്വെയർ. ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ട്രാപ്പുകളും കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോകുന്നോളി, സാധനം കൊണ്ടേക്കൂടി.